ഹായ് ഓൾ, ലോജിക്കൽ റീസണിങ്ങിൻ്റെ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് എന്നുള്ള ടോപ്പിക്കിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. 1 മിനിറ്റ് ടൈം. Okay, time up. നോക്കുക. In a certain code, il, b, p means roses are blue, sick, he means red flowers, and p, mit, he means flowers are vegetables. Then which word stands for red? Red എന്നുള്ള വേർഡിൻ്റെ കോഡ് ഏതാണെന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നോക്കുക, ഫസ്റ്റത്തെ കോഡ് നോക്കുക. il, b, p. അതിൻ്റെ മീനിങ് ആയിട്ട് തന്നിട്ടുള്ളത് എന്താണ്? റോസസ് ആർ ബ്ലൂ. അപ്പോൾ ഇവിടെ നോക്കുക, ഇല്ല അതിൻ്റെ നേരെ താഴെയാണ് റോസസ് എന്ന് കരുതി ഇല്ല റോസസ് എന്നുള്ളതിൻ്റെ കോഡാണ് ഇല്ല നമുക്ക് പറയാൻ വേണ്ടി കഴിയില്ല. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. അടുത്തത് നോക്കുക. അടുത്തത് സിക്ക്, ഇതാണ് ഫസ്റ്റത്തെ കോഡ് ഉണ്ടായിരുന്നത്. രണ്ടാമത്തെ നോക്കുക, സിക്ക് ഹി. അതിൻ്റെ മീനിങ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് റെഡ് ഫ്ലവേഴ്സ് എന്നുള്ളതാണ്. അപ്പോൾ രണ്ട് കോഡിലും കോമൺ ആയിട്ട് ഏതെങ്കിലും വേർഡ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കുകയാണ്. ഇവിടെ സിക്ക് ഹി എന്നുള്ളതുണ്ട്, അതിന് കോമൺ ആയിട്ട് അല്ലെങ്കിൽ അതേപോലെ വരുന്ന ഏതൊരു ടേമും ഫസ്റ്റ് കോഡിൽ ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ മൂന്നാമത്തെ ഒരു ടേം നോക്കുകയാണ്. എന്താ തന്നിട്ടുള്ളത്? പി മീറ്റ് ഹി. അതിന് കോഡായിട്ട് എന്താ തന്നിട്ടുള്ളത്? ഫ്ലവേഴ്സ് ആർ വെജിറ്റബിൾസ്. അപ്പോൾ രണ്ടാമത്തതും അതുപോലെ തന്നെ മൂന്നാമത്തതും നോക്കുന്ന സമയത്ത് ഹി എന്നുള്ളൊരു വേർഡ് രണ്ടിലൊന്നാണ്, കോമൺ ആയിട്ടുണ്ട്. അപ്പോൾ മീനിങ്ങിലും അതുപോലെ തന്നെ കോമൺ ആയിട്ട് ഏതെങ്കിലും ഒരു ടേം ഉണ്ടായിരിക്കും. അപ്പോൾ ഏതാ? ഫ്ലവേഴ്സ് എന്നുള്ള ടേം രണ്ടിലും എന്ത് ചെയ്യുന്നുണ്ട്? കോമൺ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും? ഹി എന്നുള്ളതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് എന്താ? ഫ്ലവേഴ്സ് എന്നുള്ളതാണ്. ഹി എന്നുള്ളതിൻ്റെ ഫ്ലവേഴ്സ് എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ഒരു ടേമിലേക്ക് നമ്മൾ നോക്കുകയാണ്. അവിടെ ബാക്കിയുള്ളത് സിക്ക് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ സിക്കിൻ്റെ തീർച്ചയായിട്ടും അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് റെഡ് ആയിരിക്കും. അപ്പോൾ റെഡിൻ്റെ കോഡ് എന്ന് പറയുന്നത് ഏതാ? സിക്കാണ്. ഓപ്ഷൻ 4 സിക്ക് എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ നോക്കുക, 3 കോഡ് നമുക്ക് തന്നു, ഓരോന്നിൻ്റെയും മീനിങ്ങും തന്നു. അപ്പോൾ ലാസ്റ്റത്തെ രണ്ടെണ്ണം നോക്കുന്ന സമയത്താണ് നമുക്ക് കോമൺ ആയിട്ടൊരു ടേം കിട്ടിയത്. ഏതാണ്? ഫ്ലവേഴ്സ് എന്നുള്ളതിൽ. അതായത് ഫ്ലവേഴ്സിൻ്റെ കോഡ് ഏതാ വന്നത്? ഹി എന്നുള്ളതാണ് കോഡ് വന്നത്. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ഒരു ടേമിൽ അല്ലെങ്കിൽ രണ്ടാമത്തെ ഒരു കോഡിൽ സിക്ക് ഹി എന്നായിരുന്നു. അപ്പോൾ ഹീൻ്റെ മീനിങ് നമുക്ക് കിട്ടി. ബാക്കിയുള്ള വേർഡ് എന്ന് പറയുന്നത് റെഡാണ്. അപ്പോൾ റെഡിൻ്റെ കോഡ് തീർച്ചയായിട്ടും ഏതായിരിക്കും? സിക്ക് എന്നുള്ളതായിരിക്കും. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ നോക്കുക. 1 മിനിറ്റ് ആയി. ഓക്കെ, ടൈം അപ്പ്. നോക്കുക, ഇൻ എ സെർട്ടൈൻ കോഡ് സീക്വൻസ് ഈസ് കോഡഡ് ആസ് FDO, FV, RFT. ദെൻ ഹൗ ഈസ് ചിൽഡ്രൻ കോഡഡ് ഇൻ ദാറ്റ് കോഡ്? അപ്പോൾ നോക്കുക, സീക്വൻസ് എന്നുള്ള വേർഡ് SEQUENCE. അപ്പോൾ ഇവിടെ എങ്ങനെ കോഡ് ചെയ്തിട്ടുള്ള റിലേഷൻ നോക്കാം. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവർ ജസ്റ്റ് എന്ത് ചെയ്തതാണ്? സീക്വൻസ് എന്നുള്ള വേർഡ് റിവേഴ്സ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ
ഫസ്റ്റ് ഇ വന്നു, സി വന്നു, എൻ വന്നു, ഇ വന്നു, യു വന്നു, ക്യു, ഇ, എസ്, സീക്വൻസ്. ഓക്കെ, അതിനുശേഷം ഓരോ ടേമിലേക്കും 1 ആഡ് ചെയ്തു. അതായത് ഇൻ്റെ അടുത്തൊരു ലെറ്ററായ എഫ് വന്നു, ഈ സിൻ്റെ അടുത്ത ലെറ്ററായ ഡി വന്നു. ആ രീതിയിലാണ് റിലേഷൻ കൊടുത്ത് നോക്കുക. ഫസ്റ്റ് എഫ് വന്നു, ഡി വന്നു, ഒ വന്നു. അപ്പോൾ നോക്കുക, എഫ് സിൻ്റെ അടുത്ത ലെറ്റർ ഡി ആണ്, എൻ, ഒ, ഇൻ്റെത് എഫ് ആണ്, യു, വി ആണ്, ക്യു, ആർ ആണ്. ഓക്കെ, ഇ, എഫ് ആണ്, എസ്, ടി ആണ്. ഓക്കെ, ഈ രീതിയിൽ തന്നെയാണ് റിലേഷൻ വന്നിട്ടുള്ളത്. എഫ് ഡി ഒ, എഫ് വി, ആർ എഫ് ടി. അങ്ങനെയാണെങ്കിൽ ചിൽഡ്രൻ എന്നുള്ള വേർഡ് നോക്കുക. ചിൽഡ്രൻ, ആദ്യം ആ ഒരു സ്പെസിഫിക് വേർഡ് ഞാൻ റിവൈസ് ചെയ്യാണ്. എൻ, ഇ, ആർ, ഡി, എൽ, ഐ, എച്ച്, സി. ഓക്കെ, എൻ കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഒ വരും, ഇ കഴിഞ്ഞിട്ട് എഫ്, ആർ കഴിഞ്ഞിട്ട് എസ്, ഡി കഴിഞ്ഞിട്ട് ഇ, എൽ, എം വരും, ഐ, ജെ വരും, എച്ച്, ഐ വരും, സി, ഡി വരും. അപ്പോൾ ഒ എഫ് എസ് എന്നാണ് സ്റ്റാർട്ടിങ്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ നമുക്ക് വെട്ടിക്കളയാൻ വേണ്ടി പറ്റും. ഒ എഫ് എസ് ഇ, നാലാമത്തെ ഒരു ടേം ഇ ആണ്, എല്ലാത്തിനും അങ്ങനെ തന്നെയാണ് വരുന്നത്. അടുത്തത് ഇ എം ആണ് അടുത്ത് വരുന്നത്. അപ്പോൾ ഈ ഒരു ടേം ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയും. നോക്കുക, ഒ എഫ് എസ് ഇ എം ജെ ഐ ഡി, അതാണ് നമ്മുടെ സ്പെസിഫിക് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, എൽ കഴിഞ്ഞാൽ അടുത്തൊരു ലെറ്റർ എന്ന് പറയുന്നത് എം ആണ്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി എന്നുള്ളതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള റിലേഷനാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് ഒരു കാര്യം കൂടി നോക്കാം. ഇപ്പോൾ സീക്വൻസ് എന്നുള്ള വേർഡ് കിട്ടി, എങ്ങനെ ഞാൻ ആ റിലേഷനിലേക്ക് എത്തി എന്നുള്ളത് നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കാം? നോക്കാം, സീക്വൻസ് ഡയറക്റ്റ് നോക്കുന്ന സമയത്ത് ഇവിടെ ലാസ്റ്റ് ടേമിനുമായിട്ട് റിലേഷനാണ് എഫിനുള്ളത്. അല്ലെങ്കിൽ സി കഴിഞ്ഞിട്ട് ഡി വന്നു, അല്ലെങ്കിൽ എൻ കഴിഞ്ഞിട്ട് ഒ വന്നു. ആ രീതിയിലുള്ള റിലേഷൻ അവിടെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ സാറ്റിസ്ഫൈ ചെയ്യുന്നത് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. ആദ്യം നമ്മൾ ഡയറക്റ്റ് എസും അതുപോലെ തന്നെ എഫും തമ്മിൽ റിലേഷൻ ഉണ്ടോ എന്നുള്ളത് നോക്കാം. അങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിൽ റിവൈസ് ആയിട്ടുള്ള റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. വളരെ എളുപ്പത്തിൽ ആൻസറിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. 1 മിനിറ്റ് ടൈം. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 1 മിനിറ്റ് ടൈം. Time up. നോക്കുക. In a code language, elephant is told as jackal, jackal is told as monkey, monkey is told as dog, dog is told as lion, lion is told as goat, goat is told as mouse. Then who will be the king of jungle? കാട്ടിലെ രാജാവ് ആരായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ കാട്ടിലെ രാജാവ് ലയൺ ആണെന്നുള്ളത് നമുക്കറിയാം. പക്ഷേ ഈ ഒരു കോഡ് ലാംഗ്വേജിൽ ലയണിനെ എന്താണ് വിളിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സെന്റൻസ് എങ്ങനെയായിരിക്കും തുടങ്ങുക? ലയൺ ഈസ് ടോൾഡ് അസ് എന്നുള്ള രീതിയിലായിരിക്കും തുടങ്ങുക. അപ്പോൾ ആ ഒരു സെന്റൻസ് നോക്കുക. ലയൺ ഈസ് ടോൾഡ് അസ് ഗോട്ട്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഏതാ? ഗോട്ടാണ്. ഓപ്ഷൻ 2 ഗോട്ട് എന്നുള്ളതായിരിക്കും. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുക. 1 മിനിറ്റ് ആയി. ഓക്കെ, നോക്കുക. ഇൻ എ സർട്ടൈൻ കോഡ് IMTITJU ഈസ് റിട്ടൺ ആസ് TMIIUJT. ഹൗ ഈസ് TEMREMP റിട്ടൺ ഇൻ ദാറ്റ് കോഡ്? അപ്പോൾ നോക്കുക, IMTITJU ഇതാണ് നമുക്ക് തന്നിട്ടുള്ള വേർഡ്. അതിൻ്റെ കോഡ് നോക്കുക.
അപ്പോൾ ആ ഒരു സ്പെസിഫിക് ടേമും അതിൻ്റെ കോഡും നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും ആ ഒരു സ്പെസിഫിക് വേർഡിലുള്ള ലെറ്റേഴ്സ് മാത്രം തന്നെയാണ് അതിൻ്റെ കോഡിലുള്ളൂ. അപ്പോൾ ഇൻറ്റേർണലായിട്ട് എന്തോ ഒരു ചെറിയ അറേഞ്ച്മെൻറ്റ് മാത്രമേ അവിടെ എന്ത് ചെയ്തിട്ടുള്ളൂ, വരുത്തിയിട്ടുള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് ഒബ്സർവേഷനിൽ തന്നെ മനസ്സിലാക്കണം. അപ്പോൾ ഇൻറ്റേർണലായിട്ട് എന്ത് അറേഞ്ച്മെൻറ്റാണ് ഇവിടെ നടത്തിയത് എന്നുള്ളതാണ് അടുത്തത് നമ്മൾ നോക്കേണ്ടതായിട്ടുള്ളത്. ഇവിടെ നോക്കുക IMT. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ടേം വന്നിട്ടുള്ളത് TMI എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഫസ്റ്റ് 3 ലെറ്റേഴ്സായിട്ട് വന്നിട്ടുള്ളത്. അതായത് ഫസ്റ്റത്തെ 3 ലെറ്റേഴ്സിനെ ജസ്റ്റ് റിവൈസ് ചെയ്തു. നോക്കുക നാലാമത്തെ ടേം അതുപോലെ തന്നെയാണ് എഴുതിയിട്ടുള്ളത് കോഡിലും. അടുത്ത് നോക്കുക TJU, അതും ജസ്റ്റ് റിവൈസ് ചെയ്തു. ഓക്കെ, 3 പെയർ വീതമായിട്ട് എന്ത് ചെയ്തതാണ്, ജസ്റ്റ് റിവൈസ് ചെയ്തതാണ്. അങ്ങനെയാണെങ്കിൽ സെയിം റിലേഷൻ നമ്മൾ എന്ത് ചെയ്യാണ്, ക്വസ്റ്റ്യനിലേക്ക് അപ്ലൈ ചെയ്യാണ്. TEMREMP. അപ്പോൾ ഇതൊരു ടീം, അടുത്തത് അതുപോലെ തന്നെ സെൻട്രലുള്ള ലെറ്റർ അതുപോലെ തന്നെ എഴുതും. അങ്ങനെയാണെങ്കിൽ സെൻട്രലുള്ള ലെറ്റർ R ആയിരിക്കും. ഇവിടെ ഫസ്റ്റത്തെ എങ്ങനെയായിരിക്കും, MET എന്നായിരിക്കും. അങ്ങനെയാണെങ്കിൽ ലാസ്റ്റത്തത് PME എന്നുള്ളതായിരിക്കും. ലാസ്റ്റത്തെ 2 പെയേഴ്സും അല്ലെങ്കിൽ 3 ലെറ്റേഴ്സ് അടങ്ങുന്ന ആ ഒരു ടീമിനെ നമ്മൾ എന്ത് ചെയ്യാണ്, ജസ്റ്റ് റിവൈസ് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ ഇതായിരിക്കും, ഈ ഒരു സ്പെസിഫിക് ടേം ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷനിൽ നോക്കാം, METR. ഈ ഒരു ഓപ്ഷൻ നമുക്ക് വെട്ടിക്കളയാൻ വേണ്ടി പറ്റും, ഈ ഒരു ഓപ്ഷനും വെട്ടിക്കളയാൻ വേണ്ടി പറ്റും. METR ആണ് വരുന്നത്, അതുകൊണ്ട് തന്നെ ഓപ്ഷൻ B ആയിരിക്കും നമ്മുടെ ആൻസർ. ഫസ്റ്റത്തെ ഓപ്ഷൻ നോക്കുക METE ആണ് വരുന്നത്. നമ്മുടെ രണ്ടാമത്തെ ഓപ്ഷൻ നോക്കുക METR PME, അതായിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക, 1 മിനിറ്റ്. ഓക്കെ, ടൈം അപ്പ്. നോക്കാം, ഇവിടെ ഒരു ഡയറക്റ്റ് കോഡിങ് അല്ലെങ്കിൽ ഡയറക്റ്റ് ലെറ്റർ കോഡിംഗ് ആണ് ഇവിടെ വരുന്നത്. നോക്കാം, XTZAL, അതിൻ്റെ കോഡായിട്ട് 15789. അടുത്ത് നോക്കുക NPSU, അതിൻ്റെത് 2346. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യനിൽ നോക്കുക 23549, ഇതിൻ്റെ കോഡ് എന്തായിരിക്കും എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം Nൻ്റെ കോഡാണ് 2, അപ്പോൾ 2ന് റിലേറ്റ് ചെയ്തിട്ടുള്ളത് N വരും. അടുത്തത് 3ൻ്റെ ഏതാണെന്ന് നോക്കുക, 3ൻ്റെത് P ആണ്, അപ്പോൾ NP ഫസ്റ്റ് വരും. അടുത്തത് 5 നോക്കാം, 5ൻ്റെത് T ആണ്. ഓക്കെ, അടുത്തത് 4 നോക്കാം, 4ൻ്റെത് S ആണ് വരുന്നത്. അടുത്തത് 9 ആണ്, 9ൻ്റെത് L ആണ് വരുന്നത്. ഞാൻ പറഞ്ഞു ഡയറക്റ്റ് കോഡിംഗ് ആണ്. അപ്പോൾ ആൻസർ വരുന്നത് NPTSL എന്നുള്ളതാണ്. ഓപ്ഷൻ 3 NPTSL എന്നുള്ളതാണ് ഇവിടെ ആൻസർ വരുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് 2 ടേം ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. അതിൻ്റെ മൂന്നാമത്തെ ഒരു ടേമാണ് നിങ്ങളോട് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചത് അല്ലേ. നിങ്ങൾക്ക് ഹിൻ്റ് ആയിട്ട് 2 ടേം തന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ടേം ഡയറക്റ്റ് കോഡിംഗ് ആണോ അല്ലേ എന്നുള്ളത് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് കണ്ടെത്താൻ വേണ്ടിയിട്ട് കഴിയും. അപ്പോൾ ഇത്രയൊക്കെയാണ് കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് എന്നുള്ള ടോപ്പിക്കിൽ നിന്ന് വന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. അപ്പോൾ കൺസെപ്റ്റും മറ്റു കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കുക. അതിൻ്റെ കൂടെ തന്നെ കൂടുതൽ പ്രോബ്ലംസ് ചെയ്യുന്നതോട് കൂടി തന്നെ നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സൽ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കാണാം. താങ്ക്